ടൈമാണ് പോകുന്നത്. ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. കോവിഡിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൂകാംബിക ടെമ്പിൾ. വിശ്വാസപ്രകാരം ആദിപരാശക്തിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹിന്ദു ഗോഡസ് ആയിട്ടുള്ള മൂകാംബികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കൊല്ലൂറുള്ള ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ മൂകാംബിക ടെമ്പിളിൻ്റെ എൻട്രൻസ് ആർച്ചാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ മൂകാംബിക ആർച്ച് ക്രോസ് ചെയ്തു. മൂകാംബിക ടെമ്പിളിലേക്ക് ഇനി കാണിക്കുന്നത് ഒരു 1.6 കിലോമീറ്റേഴ്സാണ്. അവിടെ എത്തിയിട്ട് അവിടെ എന്താ തിരക്കുണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ക്ഷേത്ര സന്നിധിയിലെത്തിയപ്പം അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി എന്ന് തന്നെ പറയാം. കാരണം ആളുകൾ വളരെ കുറവാണ്. ഇവിടെ വരുന്ന വിസിറ്റിംഗ് ഡിവോട്ടീസിൽ 50% മലയാളീസാണ്. ഈ കോവിഡിന് ശേഷം ട്രെയിനിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണമാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആളുകളുടെ കുറവുണ്ട്. മൂകാംബിക ദേവി അറിയപ്പെടുന്ന ആർട്ടിൻ്റെയും നോളജിൻ്റെയും ഗോഡസ് ആയിട്ടാണ്. സോ അതിനാവശ്യമായിട്ടുള്ള പല പൂജകൾ അവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി വരുന്നതിന് മുമ്പ് തന്നെ പൂജകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പുറത്ത് ഒരുപാട് മലയാളികളുടെ ഷോപ്പുകളുണ്ട്. അവിടെ നമുക്ക് പൂജാ സാമഗ്രികൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് പ്രീസ്റ്റുകളുണ്ടാകും. അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. മൂകാംബിക ക്ഷേത്രത്തിലാണ്. സോ നമ്മൾ ഗോകർണം പോകുന്ന വഴിക്ക് കയറാവുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ വെൽവിഷേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹിന്ദു പിൽഗ്രിമേജ് ടെമ്പിളായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി ഗോകർണത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കാം. മൂകാംബികയെന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് 2 കിലോമീറ്റർ മാറിയിട്ട് ആ ആർച്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പുത്ര സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു എന്താ പറയുക, പഴയ ആൽമരത്തിൻ്റെ അടുത്തൊക്കെ വളരെ അധികം ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. സോ എന്തായാലും പുത്ര സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഫലിക്കുമെന്നാണ് പറയുന്നത്. വിശ്വസിക്കപ്പെടുന്നത് മൂകാംബിക ദേവീൻ്റെ പാളികയായിട്ടാണ് ഈ ചെറിയൊരു ക്ഷേത്രം വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ഒരു നാഗക്ഷേത്രം കൂടിയുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്. തൊട്ടിലും മണിയുമാണ് ഇവിടെ നേരേണ്ടത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ആളുകളും വളരെ കുറവായിരുന്നു. ഒരു നാഗക്ഷേത്രം ഇതോടനുബന്ധിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ തപസ് ചെയ്തിട്ട് മൂകാംബിക ദേവിയെ കേരളത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു നിങ്ങൾ നടന്നോളൂ, പക്ഷെ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ശങ്കരാചാര്യരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവി പാദസരത്തിൻ്റെ ശബ്ദം നിർത്തി. അപ്പം ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും അത് കൊല്ലൂരായിരുന്നു, അവിടെ മൂകാംബിക ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നുള്ള ഒരു കഥ പുരാണത്തിൽ നിലനിൽക്കുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂകാംബിക ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരാണ് കേരളത്തിൽ നിന്നുള്ള. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും 50% മലയാളികൾ വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗോകർണയാണ്. പക്ഷേ ലേറ്റായി. സോ നമ്മൾ ഭട്കലിൽ ആദ്യം താമസിക്കും. ഭട്കലിലേക്ക് ഇവിടെ ഒരു 50 കിലോമീറ്റർ ഉണ്ട്. 20 കിലോമീറ്റേഴ്സ് നമുക്ക് ഒരു ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യണം. പശ്ചിമഘട്ടത്തിനെ ആസ്വദിച്ചുകൊണ്ട്, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിനെ ആസ്വദിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഭട്കലിലേക്ക് പോകാം. നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ് ഭട്കൽ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പം സന്ധ്യയായി. എന്നാലും നല്ല വിശപ്പുണ്ട്. റോയൽ ഓക്ക് എന്നുള്ള റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ ഭട്കലിലാണ്. മിനി ദുബായ് എന്നാണ് ഭട്കൽ അറിയപ്പെടുന്നത്. നമ്മുടെ ഉത്തര കന്നഡയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭട്കൽ എന്ന് പറയുന്നത്. മുസ്ലിം മെജോറിറ്റി പോപ്പുലേഷൻ ഒരു സ്ഥലമാണ് ഭട്കൽ എന്ന് പറയുന്നത്. ഇവിടെ പിരിക്കുന്ന ഒരു മജ്ലിസ് സെറ്റപ്പാണ്, അറബിക് സെറ്റപ്പാണ്. ഇവിടുത്തെ ഒരു ഓക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ ഭട്കലിനെ കുറിച്ച് ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത്. ഭയങ്കര ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭട്കൽ എന്ന് പറയുന്നത്. ഇവിടെ 61% മുസ്ലിംസാണ് താമസിക്കുന്നത്. 30-something ഹിന്ദുസും ഉണ്ട്. വളരെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ കേരളം പോലെ തന്നെ എല്ലാ റിലീജിയൻസും കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് മിനി ദുബായ് എന്നുള്ള പേര് വളരെ കൗതുകമുണ്ടായി. ഞാൻ വിചാരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ദുബായിലേക്ക് പോയ ആളുകളൊക്കെ ഉള്ളതെന്നുള്ളത്. പക്ഷേ മിനി ദുബായ് എന്നുള്ള പേര് കേട്ടപ്പം ശരിക്കും ഒരു കൗതുകം. നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കണം ഭട്കലിനെ കുറിച്ച്. ഇത് ഭട്കലിൽ ഇപ്പം നമ്മുടെ മട്ടൻ മന്തി അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ആകെ മട്ടൻ മന്തി കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ മുക്കിലും മൂഴിലും മട്ടൻ മന്തി കിട്ടുന്നുള്ള അറിയില്ലല്ലോ. ഇവിടെ കണ്ടില്ല, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ വൈഡ് വെറൈറ്റി ഓഫ് മട്ടൻ മന്തീസ്, ചിക്കൻ മന്തീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ മന്തി കിട്ടുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു ഹോട്ടലുകൾ ഒന്നാണ് ഓക്ക് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. കർണാടകയിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി, അവിടെ ഒന്നും മന്തി കിട്ടിയിട്ടില്ല. ഫൈനലി ഇവിടെ ഭട്കലിലാണ് മന്തി അവൈലബിൾ ആയ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ ഭട്കലിലെ ഓക്ക് റോയൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. ഒരു ഡിന്നർ സെറ്റപ്പിലാണ് കഴിച്ചത്. നമ്മുടെ ഒരു മട്ടൻ മന്തിക്ക് 500 something രൂപയായിരുന്നു.
ഒരു ഓക്കെ ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭട്കളിൽ ഇങ്ങനെ മന്തി കിട്ടുന്ന വളരെ ചുരുക്കം റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ഓക്രോയിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഭട്കൽ ഭാഗത്ത് വരികയാണെങ്കിൽ ഓക്രോയിൽ വരിക. ഫുഡ് ഈസ് ഓക്കെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോകർണയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മൂകാംബികയിലും അതുപോലെ ഈ ഭട്കലിലും മന്തിയും സ്റ്റേ ഒക്കെ. എപ്പോഴും യാത്രകൾ അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല. എപ്പോഴും അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന യാത്രകളാണ് എപ്പോഴും. എന്തായാലും ഗോകർണയിലെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ കാണുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്.